ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നല്ലൊരു സിമ്പിൾ ഈസി ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. പ്രോൺസ് ഫ്രൈ. മുന്നേ നമ്മൾ കോട്ടയം സ്റ്റൈലിൽ ചുമന്ന കളറിൽ, അതായത് മുളക് ചേർത്തിട്ടുള്ള ചെമ്മീൻ കറി, തേങ്ങ അരച്ചിട്ടുള്ള ചെമ്മീൻ കറി ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെമ്മീൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിൾ ചെമ്മീൻ ഫ്രൈ ആണ്. പക്ഷേ നല്ല സൂപ്പർ ഡെലീഷ്യസ് റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരുപാട് ചേരുവകളൊന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓവർനൈറ്റ് ഇത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഓഫീസിൽ കൊണ്ടുപോകാനും അല്ലെങ്കിൽ യാത്രകളിൽ കൊണ്ടുപോകാനും, പിന്നെ ക്രിസ്മസിന് നിങ്ങൾ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ കൂട്ടത്തിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത്. തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും കൂട്ടുകാർ ഇപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. റെസിപ്പീസൊക്കെ കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കണം. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, വേഗം തന്നെ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പെപ്പർ പൗഡർ അതൊരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ചെമ്മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഉടനെ തന്നെ ഫ്രൈ ആക്കി എടുക്കരുത്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഓവർനൈറ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. പിറ്റേ ദിവസം നെക്സ്റ്റ് മോർണിംഗ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കേട്ടോ. ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ വെയിറ്റ് അത്രയുമില്ല. ഞാനിത് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു ടേബിൾ സ്പൂണൊക്കെ അരിപ്പൊടി, അതായത് നമ്മൾ ഈ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി ഇല്ലേ, അത് ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അപ്പം തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ആക്ച്വലി അരിപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും അതിൻ്റെ മസാലയൊക്കെ കറക്റ്റ് നല്ല കോട്ട് ചെയ്ത് പിടിച്ചിട്ട് കിട്ടാനുമാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചേർത്ത് കൊടുക്കരുതേ. ഞാൻ ഒരു 1.5 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പം ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ എണ്ണയിലേക്ക് ഇടുന്ന ഭാഗം അൺഫോർച്ചുനേറ്റ്ലി അത് വീഡിയോ മോഡിലല്ലായിരുന്നു, അതുകൊണ്ടത് ഷൂട്ടായിട്ട് വന്നില്ല. ജസ്റ്റ് ഇപ്പോൾ എണ്ണയിലിട്ടിട്ട് കൊടുത്തതേ ഉള്ളൂ. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവർ കുക്ക് ചെയ്യരുത്. ഒരു 3-4 മിനിറ്റ്സൊക്കെ കുക്ക് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഓവർ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലഷ് വല്ലാണ്ട് റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡൈജഷൻ പ്രശ്നമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ ആ ഒരു ഫ്ലഷ് നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒരു 3-4 മിനിറ്റ്സൊക്കെ കുക്ക് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നോക്കൂ, മസാലയൊക്കെ കറക്റ്റ് പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ ഫ്രൈ. വളരെ സിമ്പിളാണ്. അപ്പം വലിയ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. ചെറിയ ചെമ്മീനൊക്കെ ആകുമ്പോൾ അതങ്ങ് ശ്രിങ്ക് ചെയ്ത് പോകും. അപ്പോൾ ചെമ്മീൻ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ മുന്നേ നമ്മൾ ഇട്ടിരുന്ന ചെമ്മീൻ റെസിപ്പീസ് അതിൻ്റെ എല്ലാം കൂടെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും കാണിക്കാത്തത്. അപ്പോൾ ചെമ്മീൻ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള കളർ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതല്ല, ഇത് ഡാർക്ക് കളറായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ കിച്ചണിൽ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, അത്ര ലൈറ്റ് പെർഫെക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാനിത് പുറത്ത് കൊണ്ടുപോയിട്ട് ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സിറ്റൗട്ടിൽ കൊണ്ടുപോയിട്ട് അതിന് കറക്റ്റ് ആ റെസിപ്പിയുടെ കളർ കാണിച്ചു തരാമേ. അപ്പോൾ നമുക്ക് അടുത്ത ബാച്ച് കൂടി ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ കറിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുത്തോളൂ. ആ ഒരു നാടൻ ഫ്ലേവർ കിട്ടണമെങ്കിൽ കറിവേപ്പിലേക്ക് വേണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് റെസിപ്പിയുടെ ടേസ്റ്റ്. എങ്കിലാണ് മസാല കറക്റ്റായിട്ട് പിടിച്ചിട്ട് കിട്ടുകയുള്ളൂ. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് സമയം കുക്ക് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പുതിയതായിട്ട് റെസിപ്പി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇട്ടേക്കുന്ന റെസിപ്പീസ് എല്ലാം വളരെ സിമ്പിൾ റെസിപ്പിയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇത്രയേ ഉള്ളൂ. എല്ലാം കറക്റ്റ് അത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം.
ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നല്ലേ? അപ്പോൾ നല്ല ടേസ്റ്റാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസാലയിൽ നന്നായിട്ട് പിടിച്ചിട്ട് വരണം, എങ്കിലാണ് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതുപോലെ മസാല പുറത്തിങ്ങനെ നന്നായിട്ട് പിടിച്ച് കിട്ടണം. ഞാനിപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് വന്നിട്ടുണ്ട്, കണ്ടോ? ഇതാണ് നമ്മുടെ ചെമ്മീൻ ഫ്രൈ. നല്ല കറക്റ്റ് ടേസ്റ്റ്, നല്ല കറക്റ്റ് കളറ്, നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അത് ചോറിൻ്റെ കൂടെ നമ്മൾ ഈ ചോറ് പൊതിയൊക്കെ കെട്ടി കൊണ്ടുപോകത്തില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കാനായിട്ടും ട്രെയിൻ യാത്രകളിലൊക്കെ ഇതുപോലെ കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഒരു ഇങ്ങനെ നമ്മൾ വാഴയിലയിലൊക്കെ കെട്ടി ചോറ് കൊണ്ടുപോവുകയാണെങ്കിൽ അത് തുറക്കുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ്. താങ്ക് യു.